ഹലോ, വെൽക്കം ടു Spicegenics. ഇന്ന് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓവൻ ഒന്നും യൂസ് ചെയ്യാതാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. അത് നമുക്കൊരു ബൗളിലേക്ക് ഒരു റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാം. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ആ മുട്ടയും പഞ്ചസാരയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവണം കേട്ടോ. അതിനുശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടർ ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്നുകൂടി ബീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കളറൊക്കെ കണ്ടില്ലേ, ഇതുപോലെ ഒരു ലൈറ്റ് കളറായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിനി മാറ്റി വെച്ചിട്ട് നമുക്ക് വേറൊരു കപ്പിലോ പാത്രത്തിലോ 1/4 കപ്പ് ചൂട് പാലെടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ പാലും കോഫിയും കൂടെയുള്ള മിക്സ് നമ്മൾ ആ മുട്ടയും പഞ്ചസാരയും കൂടെ അടിച്ചു വെച്ചിട്ടില്ലേ, അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവണം കേട്ടോ. ഇനി നമുക്ക് ഒരു അരിപ്പ ഈ ബൗളിന്റെ മുകളിലേക്ക് വെച്ചിട്ട് 1/4 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ, 1/2 കപ്പ് അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു നുള്ളു ഉപ്പ്, ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ആദ്യം ഒന്ന് സ്പൂൺ വെച്ച് ഈ അരിപ്പയിൽ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്കൊന്ന് അരിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി വേറെ പാത്രത്തിലേക്ക് സെപ്പറേറ്റ് അരിച്ചിട്ടിട്ട് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. എങ്ങനെയായാലും കുഴപ്പമില്ല. ഇതേപോലെ നമുക്ക് കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ബ്രെഡ് ലോഫ് പാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ബട്ടർ തേച്ച് ഗ്രീസ് ചെയ്ത് അതിലേക്ക് ബട്ടർ പേപ്പറും വെച്ചിട്ട് റെഡിയാക്കിയതാണ്. ഇനി നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ആ ചോക്ലേറ്റ് കേക്കിന്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ബാറ്റർ നമുക്ക് നോർമൽ മൈക്രോവേവിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതിലേക്ക് ടൈമർ സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഓരോരുത്തരുടെയും മൈക്രോവേവിന്റെ ചൂട് വ്യത്യാസം കാണാം. അതുകൊണ്ട് ഒരു 4 മിനിറ്റ് കഴിയുമ്പോഴൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ കേക്ക്. എൻ്റെ ഈ മൈക്രോവേവിൽ കറക്റ്റ് 5 മിനിറ്റ്സ് ആയപ്പോഴേക്കും കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, കറക്റ്റ് 5 മിനിറ്റ്സ് ആയപ്പോൾ കേക്ക് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ 230 ഗ്രാമിന്റെ ഒരു ഡയറി മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 1 അവർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതാണ്. ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാം. ഇനി ഈ തണുത്ത ചോക്ലേറ്റ് ആ ചൂട് കേക്കിന്റെ മുകളിൽ വെച്ചിട്ട് നമുക്കൊരു 1 മിനിറ്റ് ഇതൊന്നും കൂടി ഒന്ന് മൈക്രോവേവ് ചെയ്തെടുക്കാം. ഇതായിപ്പോ ഒരു 1 മിനിറ്റ് മൈക്രോവേവ് ചെയ്ത് എടുത്തിട്ട് വന്നതാണ്. ചോക്ലേറ്റ് ഒക്കെ ഒന്ന് മെൽറ്റായി കളർ ചേഞ്ച് ആയത് കണ്ടില്ല. ഇത് കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, എന്നാൽ മെൽറ്റ് ആയിട്ടുമില്ല. ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ. അതുകൊണ്ട് ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള 5 മിനിറ്റ് ചോക്ലേറ്റ് കേക്ക് റെഡി. ചൂടോടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.